ഹലോ. ശ്രീജിത്ത് അല്ലേ? അതെ. ഞാൻ രേഷ്മയാ. എന്താ? മനസ്സിലായോ? ഓ ഓ പറഞ്ഞോ. എൻ്റെ കല്യാണം പറയാൻ വേണ്ടി വിളിച്ചതാ. അറിഞ്ഞായിരുന്നു. എങ്ങനെ? പ്രീ വെഡിങ് ഷൂട്ടേ വൈറലായിരുന്നില്ലേ? മുമ്പ് എനിക്ക് അയച്ചു തന്നിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ നാട്ടുകാരെ ഉണ്ട്. എന്നാ നീ അത് കൈവച്ചോണ്ടിരുന്നോ? അല്ല പിന്നെ. ഹലോ ഹലോ, നീ എന്നൊന്നും മിണ്ടാത്തേ? അതെ, നിന്റെ കല്യാണം ഞാൻ എന്ത് പറയാനാ? അടുത്ത മാസം 21-ന് കല്യാണം. നീ റിസപ്ഷന് വരുന്നുണ്ടെങ്കിൽ മുന്നേ പറയണം. ഇത് എക്സ്ക്ലൂസീവാണ്. അപ്പൊ സബ്സ്ക്രിപ്ഷൻ വേണമായിരിക്കും നിനക്ക്. ഇത് നമ്പർ ഓഫ് സീറ്റ്സ് വെച്ചിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. ഓ, RDR വെച്ചിട്ടാണ് കല്യാണം. റിസപ്ഷൻ ട്രിവാൻഡ്രം ഹാളിൽ. നീ വരുമല്ലോ അല്ലേ? ഓ, കൂടെ വല്ല പെണ്ണു വല്ലം കാണുമോ? നീ +1 എന്ന് കൊട്ടിക്കോട്ടെ. അല്ലടി, ഞാൻ -1 വെച്ചിട്ട് പോയ നീ. കോപ്പ്. അതെ, ഇതൊന്നും ഇവിടെ പറ്റത്തില്ല. ഇവിടെ പെണ്ണില്ലാത്ത എൻ്റെ മുമ്പിൽ നീയൊക്കെ തമ്മിൽ പ്രേമിക്കുന്നതിൻ്റെ ക്രൂരതയാണ്. അതിനിടെ കൂടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ, ഇതൊക്കെ എന്തോ ഓറല്ലേ? അല്ല, ഇതാരാ മൂന്നാമതൊരുത്തൻ? അങ്ങനൊന്നുമില്ല ഹിന്ദു, ഇതൊന്നും നമ്മുടെ സംസ്കാരത്തിൽ ചേർന്നതല്ല. എടപ്പോ ഓർക്കിയത് ഡിന്നറല്ല. അയ്യയ്യേ, ഇതാ. അയ്യേന്നാ, ആത്മാക്കളോട് കുറച്ചൊക്കെ ബഹുമാനം വേണം മിസ്റ്റർ. എന്റെ പൊന്നെന്തു, ഈ ആത്മാക്കളൊക്കെ വെറും അന്ധവിശ്വാസമല്ലേ? ഇതിലൊന്നൊരു ശാസ്ത്രീയമായി അടുത്തറിയില്ല. അങ്ങനെയൊന്നുമല്ല, അതൊക്കെ എൻ്റെ അപ്പാപ്പൻ. പുള്ളിയുടെ ആദ്യത്തെ ഭാര്യയുടെ ആത്മാവിനെ കണ്ട് പേടിച്ച് വിറച്ചാണ് മരിച്ചത്. അത് എൻ്റെ അമ്മമ്മ എല്ലാം കലയിൽ കൊടുത്തിട്ട് കഥ ഇറങ്ങിയതായിരിക്കും ഇവിടെ. നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നീ ഒന്ന് പോയേ. ഞാൻ പോണു, എനിക്ക് വിശ്വാസമൊന്നുമില്ല. പിന്നെ അതുമായില്ലേ. എന്നാലും എനിക്ക് മാത്രം ആമേ. വീട്ടിലെത്തിയോ? എത്തി. എന്തുണ്ട് വിശേഷം? പ്രത്യേകിച്ചൊന്നുമില്ലമ്മ. പത്മ വന്നിരുന്നു ഒന്ന്. കുട്ടപ്പൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. അവന്റെ കല്യാണമായി. സ്റ്റോറി കണ്ടായിരുന്നു. പെണ്ണിന്റെ വീട്ടില് വളയിടലിന് പോവാൻ വിളിക്കാൻ വന്നതാ. നിനക്ക് ഓർമ്മയുണ്ടോ? നീ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ നീ പോകുന്ന സ്കൂളിലെ ചേരൂന്നും പറഞ്ഞ് അവൻ വീട്ടിൽ കിടന്ന് ബഹളം വെച്ചത്. അമ്മേ, ഞാൻ വിളിക്കാം. എടാ, നിനക്ക് വല്ലതും അറിയണമെങ്കിൽ ചോദിച്ചോ. എനിക്ക് ദൃശ്യം 3 ഹിറ്റ് ഓൺ ചോദിച്ചോക്ക്. ഭാവി പ്രവചിക്കാനൊന്നും പറ്റൂല. നിനക്ക് എന്തെങ്കിലും കാര്യം അറിയണമെങ്കിൽ ചോദിക്ക്. എനിക്കിപ്പം എന്താ ചോദിക്കണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ കുഞ്ഞമ്മയുടെ പേരെന്താ ചോദിക്കും. ഇവൻ ഏതടാ? എൻ്റെ കുഞ്ഞമ്മയുടെ പേര് എനിക്കറിഞ്ഞു.
അഭിപ്രായം പറഞ്ഞിട്ടോ? എടാ ആത്മാവെന്ന് പ്രേതോന്ന് പറയല്ലേ? ഓ ദിവ്യ എന്ന പേര് പറഞ്ഞേ. ഓ അപ്പൊ പെണ്ണാണ്. എന്നാ പിന്നെ വെർജിനാണെന്നൊക്കെ ചോദിച്ചോളൂ. നീ ഒന്ന് എണീറ്റ് പോകാവോ? എന്നാ ഞാൻ ഒരു കാര്യം ചോദിക്കാം. ശ്രീജിത്തിന് ടിൻഡറിൽ ആരെങ്കിലും സെറ്റായ? കൈവെക്ക് ദാ വെക്ക്. ഞാൻ വയ്ക്കാം. വെച്ചു. അയ്യടാ അപമാനമാണല്ലോ. ഞാൻ കളിക്കണമെന്നില്ല. പോയെ. അപ്പൊ സത്യാണ്. ഇപ്പൊ നിനക്ക് വിശ്വാസമായില്ലേ? അത് പിന്നെ ഇതൊക്കെ കളിച്ചിട്ട് വേണോ? നിങ്ങൾക്കൊക്കെ അറിയുന്നുള്ള കാര്യമല്ലേ ഞാനൊക്കെ വരച്ചു തരാണെന്ന്. എന്നാ വേറെ കാര്യം ചോദിക്കാം. ഓ ഇവൻ ആർക്കെങ്കിലും ഇഷ്ടമാണോ? കോളടിച്ചല്ല. അതാരാ? ആ ഫ്ലോ അങ്ങ് പോയി. സർ ഓർഡർ. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ. അല്ല ഇതൊന്നും വിശ്വാസമില്ലാത്ത ആളാന്ന് പറഞ്ഞിട്ട്. ഇതൊരു സയൻസ് ആണല്ലോ. സയൻസിൽ എന്താ പറയാ? എന്നാലും ഈ തുടങ്ങുന്ന പേര് അതാരായിരിക്കും? ഞാനും അതാണ് ആലോചിക്കുന്നത്. ഈ പെമ്പിളർക്കൊക്കെ ആയി തുടങ്ങുന്ന പേരൊക്കെ ഇടും. ഇനി ഐരാവതം എങ്ങാനും. ഐശ്വര്യ. ആ മണ്ടന്മാരാണ്. അത് അല്ലേടാ. അയ്യി തുടങ്ങണതേ മലയാളത്തിൽ ഈ എന്ന അക്ഷരത്തിൽ വരുന്ന പേരുകളാ. അതിപ്പോ എന്റെ പേര് എന്തുന്നല്ലേ? അത് അയ്യല്ലേ? കറക്റ്റ്. എന്ത് വേണ്ടിട്ട് നമുക്ക് റൂമിൽ പോയിട്ട് ഫുഡ് കഴിക്കാം. ഒന്ന് ചുമ്മായിരുന്നു ആൽവി. എടാ നിനക്ക് കൈ വെച്ചിട്ടുള്ള എത്ര പേരെ അറിയാം? ഒരു കാര്യം ചെയ്, നിന്റെ ഫോളോവേഴ്സ് ലിസ്റ്റ് എടുത്തൊന്ന് നോക്കി. ഐഡിയ. എൻ്റെ ഫോൺ എവിടെ? ആ ഇഷാനി. അയ്യടാ മോനെ, എടാ നിന്നെ ഫോളോ ചെയ്യണവർ നോക്ക്. നീ ഫോളോ ചെയ്യണവരല്ല. ഓ അല്ലെങ്കിൽ അവൾക്ക് കുട്ടികളൊന്നും വേണ്ടെന്നാണ്. അത് മാത്രമല്ല അവളുടെ വൈബും ഇവന്റെ വൈബും ശരിയാവൂല. ഓ അതുകൊണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ അവൾ കൃഷ്ണകുമാരങ്ങൾ വീട്ടിൽ വന്ന് ആലോചന നടത്തി. ഒന്ന് പോടാ അവിടുന്ന്. നീ പാടാ. പിന്നെ ഒന്ന് പോയേടാ, നീ നോക്കിക്കേ. ആ ഇഷിത. അല്ല അത് വഴി. ഐഡാ പ്ലീസ് എന്നെ ഇങ്ങനെ ശല്യം ചെയ്യരുത്. അവളെ ഞാനൊരു പെങ്ങളായിട്ട് കണ്ടുപോയി. സോറി. അല്ല നിന്നെ അറിയണ എല്ലാവരും നിന്നെ ഫോളോ ചെയ്യണമെന്നില്ലല്ലോ. അതില്ല. എടാ നിന്റെ ഓഫീസിലുള്ള ഒരു കുട്ടിയില്ലേ? അതാരോ? ആ കമ്മ്യൂണിക്കേഷൻ ടീമിലുള്ളത് എന്തായിരുന്നു? ആ ഐറീന. ഞാൻ ഒന്ന് പോടാ. ആ കൊച്ചിനെ നേരെ അറിയത്തൂടിയില്ല. പിന്നെ പ്രേമം. എന്നിട്ടിന്ന് ഉച്ചയ്ക്ക് അവളായിട്ട് അവിടെ ഇരുന്ന് മീൻ പൊരിച്ച് കഴിക്കണ്ടായിരുന്നല്ലോ. ഓ പിന്നെ മീൻ പൊരിച്ചല്ലേ പ്രേമം ഇരിക്കുന്നത്. പിന്നെ ഏതാവൻ? ആണുങ്ങളുടെ ഹൃദയത്തിൽ കയറാനേ വയറ്റിലെത്തണം എന്നാ പറയാറ്. നിനക്കൊക്കെ പ്രാന്ത ചുമ്മാ ഓരോന്ന്. ഹലോ ഹലോ ശ്രീജിത്ത് അല്ലേ? അതേല്ലോ. ഞാൻ ആരീന, ഓഫീസിലെ. മനസ്സിലായോ?